ഇത്തവണ സമ്മർ വെക്കേഷൻ്റെ ടൈമിൽ ഞങ്ങൾ പള്ളിയിൽ നിന്ന് ട്രിപ്പ് പോയായിരുന്നു. ആക്ച്വലി 45 മുതൽ 60 വരെ ഏജുള്ള ആൾക്കാർക്കുള്ള ട്രിപ്പായിരുന്നു. എൻ്റെ അമ്മ പോകുന്നതുകൊണ്ട് ഞാനും അവരുടെ കൂടെ പോയായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് പോയത് പുതുപ്പള്ളി പള്ളിയിലോട്ടാണേ. ആദ്യം ഞങ്ങൾ പള്ളി കയറി പ്രാർത്ഥിച്ചു. എന്നിട്ട് നമ്മുടെ മുൻ CM ആയിരുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയൊക്കെ പോയി ഞങ്ങൾ വിസിറ്റ് ചെയ്തായിരുന്നു. പിന്നെ അവിടുന്ന് നേരെ പോയത് മണർകാട്ട് പള്ളിയിലോട്ടാണ്. ആദ്യം ഞങ്ങൾ ഈ പള്ളി വിസിറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. ഞാൻ ഇടിയപ്പമായിരുന്നു കഴിച്ചത്. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതാണ് നമ്മുടെ മെയിൻ ഇന്നത്തെ പരിപാടി. ഹൗസ് ബോട്ടിലാണ് ഞങ്ങൾ വന്നത്, കുമരകത്തുള്ള. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഹൗസ് ബോട്ടിൽ കയറണം എന്നുള്ളത്. പക്ഷേ എനിക്ക് ഇത്രയും നാളായിട്ടത് പോസിബിൾ ആയിരുന്നില്ല. ഇപ്പോഴാണ് എനിക്ക് ഹൗസ് ബോട്ടിലൊക്കെ കയറാനുള്ള അവസരം കിട്ടിയത്. ഞങ്ങൾ നേരെ ഈ ഹൗസ് ബോട്ടിൻ്റെ മുകളിലത്തെ ഫ്ലോറിലോട്ടാണ് വന്നത്. ഇവിടെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഡൈനിങ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുറച്ച് നേരം ഞാൻ പുറത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിരുന്നു. ഒരു 11 ഒക്കെ ആയപ്പോഴത്തേനും ഇവിടെ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളുടെ പള്ളിയിലെ 2 അച്ഛന്മാർ വേറെ പള്ളിയിലോട്ട് പോവുകയാണേ. അപ്പോൾ അവർക്കുള്ള ചെറിയൊരു ഫെയർവെൽ മീറ്റിംഗ് പോലെ ആയിരുന്നേ. ഒരു 12:30 ഒക്കെ ആയപ്പോഴത്തേനും അവർ നമുക്ക് ലഞ്ച് പ്രൊവൈഡ് ചെയ്തു. നല്ല അടിപൊളിയായിരുന്നു. കരിമീൻ പൊള്ളിച്ചതും ചിക്കൻ കറിയും സാലഡും അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നേ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിലോട്ട് വന്ന് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി. ഈ ഹൗസ് ബോട്ടിൽ 3 റൂംസും അതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ബാത്റൂംസും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ഈ സ്പീഡ് ബോട്ടിൽ കയറാനുള്ള ആൾക്കാർ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതിലും കയറാൻ. അങ്ങനെ ഞാൻ ഫസ്റ്റ് ബാച്ചിൻ്റെ കൂടെ തന്നെ കയറി. ഭയങ്കര ഒരു അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ആ പോയ ട്രിപ്പിൽ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ഇതായിരുന്നു. അങ്ങനെ അമ്മയെ മോട്ടിവേറ്റ് ചെയ്ത് ഞാൻ അമ്മേനെയും സ്പീഡ് ബോട്ടിൽ കയറ്റി. അമ്മയ്ക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ പോയി കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് പറഞ്ഞത് ഭയങ്കര അടിപൊളിയായിരുന്നാണ്. അമ്മ ഒരുപാട് അത് എൻജോയ് ചെയ്തു. 4 o'clock വരെയായിരുന്നു ഹൗസ് ബോട്ടിൽ നമുക്ക് അലോട്ട് ചെയ്ത ടൈം. പിന്നെ ചായയും സ്നാക്സും ഒക്കെ കഴിച്ച് ഞങ്ങൾ പിരിഞ്ഞു. അങ്ങനെ ഇത് ബസ്സിലെ പാട്ടും ഡാൻസും ഒക്കെയാണ്. ഒരു 8 o'clock ഒക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഒരു അടിപൊളി ട്രിപ്പായിരുന്നു ഇത്.